ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാളത്തെ ബേസിക് സയൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നടന്ന ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർക്ക് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. എക്സാമിൻ ദ ടേബിൾ ഓഫ് ഫുഡ് ഐറ്റംസ് ആൻഡ് ഇറ്റ്സ് ന്യൂട്രിയൻസ്. അപ്പോൾ ഈ ടേബിളിൽ ന്യൂട്രിയൻസ് തന്നിട്ടുണ്ട്, അതേപോലെ ഫുഡ് ഐറ്റംസും ന്യൂട്രിയൻസും തന്നെ അത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞത്. മാച്ച് ഈച്ച് ഫുഡ് ഐറ്റം എ വിത്ത് ഇറ്റ്സ് ന്യൂട്രിയൻസ് ഗിവൺ ഇൻ ബി. ഇപ്പോൾ റൈസ് എന്ന് പറയുന്നത് എന്താണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. റൈസ് എന്ന് പറയുന്ന ഇനി അടുത്തത് ഓയിലാണ്. ഓയിലിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് എന്താണ്? ഫാറ്റാണ്. ഓക്കെ. സ്പിനാച്ചിൽ അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ ആണ്. ഫിഷ് പ്രോട്ടീൻ. ഓക്കെ. റൈറ്റ് ദ നെയിം ഓഫ് ദ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസീസ്. എന്താണ്? പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്വാഷിയാക്കർ. ഇനി നമുക്ക് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്ന കുറച്ച് ഫുഡ് ഐറ്റംസിനെ പരിചയപ്പെടാം. റൈസിൽ കാർബോഹൈഡ്രേറ്റ് ആണ്. അതേപോലെ വീറ്റ്, ഗോതമ്പ്, ടാപ്പിയോക്ക, കോമൺ യാം, സ്വീറ്റ് പൊട്ടാറ്റോ, ഇതിലൊക്കെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നു. പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന പീ, എഗ്ഗ്, മിൽക്ക്, ബട്ടർ, ഫിഷ്, മീറ്റ്. അതേപോലെ തന്നെ ഫാറ്റ് അടങ്ങിയിരിക്കുന്നത് ഓയിൽ, ഗീ, മീറ്റ്, എഗ്ഗ്, മിൽക്ക്, പൾസസ്. വൈറ്റമിൻസ് ലീഫി വെജിറ്റബിൾസ്, ഫിഷ്, അൺപോളിഷ്ഡ് റൈസ്, മിൽക്ക്, എഗ്ഗ്. മിനറൽസ് ലീഫി വെജിറ്റബിൾ, ഫിഷ്, ബനാന, ഹോസ് ഗ്രാം, ലിവർ, ജാഗ്രി. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ ഫോർ ഫുഡ് ചെയിൻസ് യൂസിങ് ദ ഫോളോയിങ് ഓർഗാനിസംസ്. ഇതെന്തായാലും ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. കുറേ ഓർഗാനിസംസിൻ്റെ പേര് തരും, നമ്മളോട് ഫുഡ് ചെയിൻ ഉണ്ടാക്കാൻ പറയും. ഇവിടെ 4 ഫുഡ് ചെയിൻ ഉണ്ടാക്കാനാണ് പറയുന്നത്. വിച്ച് ഈസ് ദ ഫസ്റ്റ് ലെവൽ ഓഫ് ഓൾ ഫുഡ് ചെയിൻസ്. എല്ലാ ഫുഡ് ചെയിൻ്റെയും ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡ്യൂസേഴ്സ് ആണ്. ഓക്കെ. പ്ലാന്റ്സ് ആണ്, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്. ഇനി നമുക്ക് ഇതൊന്ന് എഴുതി നോക്കാം. വിച്ച് ഈസ് ദ ഫസ്റ്റ് ലെവൽ ഓഫ് ഫുഡ് ചെയിൻ? പ്രൊഡ്യൂസർ. ഇനി ആദ്യം ഗ്രാസ് തിന്നുന്ന റാബിറ്റിന് ആരാ തിന്നുക? ലയൺ. അതേപോലെ ക്യാരറ്റ് റാബിറ്റ് കഴിക്കും, റാബിറ്റിന് ലയൺ കഴിക്കും. പാടി, റാറ്റ്, സ്നേക്ക്, ഈഗിൾ. ഗ്രാസ്, ഡിയർ, ലയൺ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് എപ്പോഴും പ്രൊഡ്യൂസേഴ്സ് ആണ്. അത് എപ്പോഴും എന്തായിരിക്കും? പ്ലാന്റ്സ് ആയിരിക്കും, അല്ലേ? പ്ലാന്റ്സ് ആയിരിക്കും. ഓക്കെ. ഗ്രാസ്, റാബിറ്റ്, ലയൺ, ക്യാരറ്റ്, റാബിറ്റ്, ലയൺ, പാഡി, റാറ്റ്, സ്നേക്ക്, ഈഗിൾ, ഗ്രാസ്, ഡിയർ, ലയൺ. ഓക്കെ. ഇനി ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻറ്റു പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്. ഇങ്ങനത്തെ ചോദ്യം പ്രതീക്ഷിക്കാം. കുറേ ഓർഗാനിസംസിൻ്റെ പേര് തരും, അത് നമ്മളോട് ക്ലാസിഫൈ ചെയ്യാൻ പറയും. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്ലാന്റ്സ്, ട്രീസ്, അതൊക്കെയാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? മാംഗോ ട്രീ എഴുതാം, ജാക്ക് ഫ്രൂട്ട് ട്രീ എഴുതാം. ഓക്കെ. ഇനി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് അത് കഴിക്കുന്ന ആൾക്കാർ. അപ്പോൾ അത് ഇവിടെ മാനും ഉണ്ട്, പീജിയനും ഉണ്ട്. ഇനി ഇവിടെ ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത് ഈ സാധനങ്ങളൊക്കെ ഡീകമ്പോസ് ചെയ്യുന്ന ഓർഗാനിസംസിനെയാണ് നമ്മൾ ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. അത് മിക്കവാറും ബാക്ടീരിയ, ഫംഗി, അങ്ങനത്തെ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും പ്ലാന്റ്സോ ട്രീസോ ആയിരിക്കും. മാംഗോ ട്രീ, ജാക്ക് ട്രീ. കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പം മാൻ, പീജിയൻ. ഡീകമ്പോസേഴ്സ് ബാക്ടീരിയ, ഫംഗി. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പിന്നെ കോഷിയോക്കറാണ് എന്താണ്? ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ കൊണ്ടുണ്ടാകുന്ന രോഗം. അതിൻ്റെ സിംറ്റംസ് തന്നിട്ടുണ്ട്. എന്താണ്? ദ ബോഡി ഓഫ് ദ അഫക്റ്റഡ് വിൽ ബി വീക്ക്. പിന്നെ അതേപോലെ വിത്ത് പ്രൊട്യൂഡഡ് ബെല്ലി, അതായത് ഉന്തിയ വയറായിരിക്കും. അതാണ് കോഷിയോക്കറിൻ്റെ ലക്ഷണങ്ങൾ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ആക്ടിവിറ്റി 3. ഈ ബാർ മാഗ്നറ്റ് ഈസ് സസ്പെൻഡഡ് ഫ്രീ, അനദർ മാഗ്നറ്റ് ഈസ് ബ്രോഡ് നിയർ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇവിടെ കണ്ടല്ലോ, എന്നും എസ്സും എന്നും ആണ്. ഓക്കെ. വാട്ട് വിൽ ഹാപ്പൻ ടു ദ സസ്പെൻഡഡ് മാഗ്നറ്റ് വൈ? അതായത് ഒരു ബാർ മാഗ്നറ്റിനെ ഫ്രീ ആയിട്ടിട്ടാലും എങ്ങനെയാണ്, അതിനെന്താ സംഭവിക്കുക എന്നായിരിക്കും ചോദിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഒരു ഫ്രീ ആയിട്ട് ഒരു മാഗ്നറ്റ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും? നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും. എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് റിമെയിൻ ഓൾവേസ് ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ബിക്കോസ് ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് ടേൺസ് ടു മാഗ്നറ്റിക് സൗത്ത് ഓഫ് ദ എർത്ത് ആൻഡ് സൗത്ത് പോൾ ടേൺസ് ടു മാഗ്നറ്റിക് നോർത്ത് ഓഫ് ദി എർത്ത്. ഓക്കെ. ഇനി അടുത്തത് ക്ലാസിഫൈ ദ ഫോളോയിങ് ഒബ്ജക്ട്സ് ബേസ്ഡ് ഓൺ ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഓക്കെ.
ബ്ലേഡ്, ത്രെഡ്, വുഡൻ ബ്ലോക്ക്, അയൺ നെയിൽ, പിൻ, പേപ്പർ. അപ്പോൾ ഇതിൽ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിനെ, കാന്തത്തിനെ ആകർഷിക്കുന്നതിനാണ് നമ്മൾ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. നോൺ മാഗ്നറ്റിക് എന്ന് പറയുന്നത് മാഗ്നറ്റ് ആകർഷിക്കാത്തത്. അവിടെ ബ്ലേഡ് പിന്നെ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്, പക്ഷേ ത്രെഡ് നോൺ മാഗ്നറ്റിക് ആണ്. വുഡൻ ബ്ലോക്കും നോൺ മാഗ്നറ്റിക് ആണ്. അയൺ നെയിൽ എന്താണ്? മാഗ്നറ്റിക് ആണ്. പിന്നെ മാഗ്നറ്റിക് ആണ്. പേപ്പർ എന്താണ്? നോൺ മാഗ്നറ്റിക് ആണ്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? അയൺ നെയിൽ എഴുതാം, ബ്ലേഡ് എഴുതാം, പിന്നെ എഴുതാം. നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ ത്രെഡ്, വുഡൻ ബ്ലോക്ക്, പേപ്പർ, ഇത് നമുക്ക് എഴുതാം. ഇത് കഴിഞ്ഞ വർഷത്തെ സെക്കൻഡ് ടൈമിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ലുക്ക് അറ്റ് ദ പിക്ചർ ഡിഫറെൻറ്റ് ആനിമൽസ് ദാറ്റ് ബിലോങ് ടു ആൻ എക്കോസിസ്റ്റം. റൈറ്റ് ഡൗൺ എനി 4 ഫുഡ് ചെയിൻ റിലേറ്റഡ് വിത്ത് ദിസ് പിക്ചർ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ ചിത്രത്തെ പിക്ചേഴ്സാണ് തന്നത്. ഓക്കെ, ഇവിടെ എന്തൊക്കെയുണ്ട്? ഗ്രാസ് ഹോപ്പർ ഉണ്ട്, പീകോക്ക് ഉണ്ട്, റൂസ്റ്റർ ഉണ്ട്, ലയൺ, സ്നേക്ക്, ഗ്രാസ്, ഡിയർ, ഫ്രോഗ്, പിന്നെ ഫംഗി ഉണ്ട്, ഡോഗ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിന് നമ്മൾ 4 ഫുഡ് ചെയിൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒബ്സർവ് ദ ഫുഡ് ചെയിൻ ഗിവൺ ബിലോ. ഇവിടെ ഗ്രാസ്, ഡിയർ, ടൈഗർ അങ്ങനെ തന്നിട്ടുണ്ട്. ഈ ചൈൽഡ് ഒപ്പീനിയൻസ് ദാറ്റ് if tiger disappear from this ecosystem, deers will also become extinct. Do you agree to this statement? Justify your opinion. ആദ്യത്തെ നമ്മളോട് 4 ഫുഡ് ചെയിൻ എഴുതാനാണ് പറഞ്ഞത്. രണ്ടാമത്തേത് ഒരു കുട്ടി പറയാണ് ടൈഗർ ഇവിടെ നിന്ന് എക്കോസിസ്റ്റത്തിൽ നിന്ന് അപ്രത്യക്ഷമായാൽ ഡിയേഴ്സും ഉണ്ടാവില്ല. നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം 4 ഫുഡ് ചെയിൻ ഉണ്ടാക്കാം. ഗ്രാസ് ഹോപ്പർ കഴിക്കും. ഗ്രാസ് ഹോപ്പർ കഴിച്ചാൽ പിന്നെ റൂസ്റ്റർ ഗ്രാസ് ഹോപ്പറിനെ കഴിക്കും. ആ റൂസ്റ്ററിനെ ആര് കഴിക്കും? ഫോക്സ് കഴിക്കും. ഫോക്സിനെ ആര് കഴിക്കും? ലയണ് കഴിക്കും. പിന്നെ അടുത്ത ഗ്രാസ് ഹോപ്പർ, പീകോക്ക്, ലയണ്. ഓക്കെ, ഗ്രാസ്, ഡിയർ, ലയണ്. പിന്നെ ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് കഴിക്കും. ഫ്രോഗിനെ സ്നേക്ക് കഴിക്കും. സ്നേക്കിനെ പീകോക്ക് കഴിക്കും. ഓക്കെ, ഇനി ആ കുട്ടി പറഞ്ഞ ഒപ്പീനിയൻ നിങ്ങളോട് അഗ്രി ചെയ്യുന്നുണ്ടോ? അഗ്രി വിത്ത് ദ കമൻറ്റ്. അതുകൊണ്ട് അഗ്രി ചെയ്യുന്നുണ്ട്. വൺസ് ദ ടൈഗേഴ്സ് ആർ ഗോൺ ദ ഡിയർ പോപ്പുലേഷൻ ഇൻക്രീസസ് എക്സ്പോണൻഷ്യലി. ദേ വിൽ ഈറ്റ് അപ്പ് ഓൾ ഗ്രാസസ്. അതായത് ടൈഗേഴ്സൊക്കെ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ ഡിയർ പോപ്പുലേഷൻ്റെ, മാനിൻ്റെ പോപ്പുലേഷൻ കൂടും. കാരണം മാനിനെ പിടിച്ച് തിന്നാൻ ആരുമില്ല. അപ്പോൾ എന്താക്കും? അവർ ഈ ഗ്രാസ് തിന്നുന്ന എന്താണ്? മാനുകൾ കഴിക്കുന്നത് പച്ചപ്പുല്ലാണല്ലോ. ദേ വിൽ ഈറ്റ് അപ്പ് ഓൾ ദ ഗ്രാസ്. അവരെല്ലാ ഗ്രാസും കഴിക്കും, എല്ലാ പുല്ലും തിന്നും. ലിവ് ഇൻ ദ ലാൻഡ് വിത്തൗട്ട് പ്ലാന്റ് കവർ. ഇവിടെ ഒരൊറ്റ പ്ലാന്റിൻ്റെ ഒരു തരി പോലും ഉണ്ടാവില്ല. സോ ദേ ബിക്കം എക്സ്റ്റെൻഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഫുഡ്. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഫുഡിൻ്റെ ലാക്ക് വരും. ഫുഡ് ഉണ്ടാവില്ല. ഡിയേഴ്സിന് കഴിക്കാൻ, മാനിന് കഴിക്കാൻ എന്താ വേണ്ടത്? പച്ചപ്പുല്ലാണ്. ഇപ്പോൾ ഒരുപാട് മാനുകളുണ്ടായാൽ പച്ചപ്പുല്ല് അവർ ഇങ്ങനെ കഴിച്ച് ലാസ്റ്റ് പച്ചപ്പുല്ല് ഇവിടെ ഇല്ലാതാവും. കാരണം മാനിനെ ഭക്ഷിക്കാനുള്ള ടൈഗർ ഇവിടുന്ന് ഇല്ല. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ മാന് ഫുഡ് കിട്ടാതെ എന്താണ് ഇവിടെ നിന്ന് അപ്രത്യക്ഷമാകും. അപ്പോൾ ആ കുട്ടി പറഞ്ഞ കമൻറ്റ് ശരിയാണ്. ഇനി അടുത്ത ഒബ്സർവ് ദ ഗിവൻ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഫുഡ് ചെയിൻ. അപ്പോൾ ഫുഡ് ചെയിൻ്റെ ലെവലിനെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ സെക്കൻഡ് ലെവൽ ഓഫ് ഫുഡ് ചെയിൻ വിൽ ഓൾവേസ് ബി കാർണിവേഴ്സ്. സെക്കൻഡ് ലെവൽ എപ്പോഴും കാർണിവേഴ്സ് ആയിരിക്കും. തേർഡ് ലെവൽ ഓഫ് ഫുഡ് ചെയിൻ വിൽ ബി ഹെർബിവേഴ്സ്. പ്രൊഡ്യൂസേഴ്സ് വിൽ ഓൾവേസ് ബി ഗ്രീൻ പ്ലാന്റ്സ്. ദ ലാസ്റ്റ് ലെവൽ ഓഫ് ഫുഡ് ചെയിൻ വിൽ ബി ഡീകമ്പോസേഴ്സ്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ്. ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് 3ഉം 4ഉം ആണ് കറക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഗ്രീൻ പ്ലാന്റ്സ് ആയിരിക്കും. ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത് ലാസ്റ്റ് ലെവൽ, അതായത് ഫുഡൊക്കെ കഴിച്ച ആൾക്കാരൊക്കെ മരിച്ച് മണ്ണോട് അടങ്ങുമ്പോൾ മണ്ണിലുള്ള ജീവികളാണ് ഈ ഡീകമ്പോസേഴ്സ്, അതായത് ബാക്ടീരിയയും ഫംഗിയും. അപ്പോൾ ലാസ്റ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് റെഡി. ഇവിടെ 3 and 4 ആർ കറക്റ്റ്. ഈ ടൈപ്പ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇത് കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ആവണം. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രീവിയസ് ആണ്. ലുക്ക് അറ്റ് ദ തിങ്സ് ദാറ്റ് വർ ലിസ്റ്റഡ് ഔട്ട് വൈൽ ഒബ്സർവിങ് ആൻ ആർട്ടിഫിഷ്യൽ പൗണ്ട്. ഒരു ആർട്ടിഫിഷ്യൽ പൗണ്ടിലുള്ള തിങ്സ് ആണ് വാട്ടർ, സോയിൽ, ഇൻസെക്ട്സ്, ഫിഷ്, ഫ്രോഗ്. ഈസ് ദിസ് പൗണ്ട് വിച്ച് ഇൻക്ലൂഡ്സ് ദീസ് ഐറ്റംസ് ആൻ എക്കോസിസ്റ്റം? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇത് എക്കോസിസ്റ്റത്തിന് അനുകൂലമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുകയെന്ന് വെച്ചാൽ ഈ ആർട്ടിഫിഷ്യൽ പോണ്ട് ഈസ് നോട്ട് ആൻ എക്കോസിസ്റ്റം. കാരണം ബിക്കോസ് പ്രൊഡ്യൂസേഴ്സ് ആർ ദ മെയിൻ കമ്പോണൻറ്റ് ഓഫ് ദ എക്കോസിസ്റ്റം.
എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടാവണം? പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവണം. ഇവിടെ വാട്ടറും സോയിലും ഇൻസെക്ട്സും ഫിഷും ഫ്രോഗേ ഉള്ളൂ. ഇവിടെ പ്ലാന്റ്സ് ഒന്നുമില്ല, അക്വാ പ്ലാന്റ്സ് ഒന്നുമില്ല. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ആണ് ഫസ്റ്റ് ലെവൽ ഓഫ് ഒരു ഫുഡ് ചെയിനിലുള്ള ഒരു എക്കോസിസ്റ്റത്തിൽ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സാണ്. ഇനി അടുത്തത് ക്ലാസിഫൈ ദ ഫോളോയിങ് ആസ് എൻ എക്സാമ്പിൾസ് ഓഫ് എക്കോസിസ്റ്റം ആൻഡ് നോൺ എക്കോസിസ്റ്റം. ഇവിടെ നെക്സ്റ്റ് ഹോം, റിവർ, പോണ്ട്, ബറോ, ഫോറസ്റ്റ്. ഇതിൽ ഏതൊക്കെയാണ്? എക്കോസിസ്റ്റം എന്ന് പറയുന്നത് റിവർ, പോണ്ട്, ഫോറസ്റ്റ്. നോൺ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഹോം, ബറോ. ഓക്കെ. ഇനി അടുത്ത വിച്ച് ബയോട്ടിക് ഫാക്ടേഴ്സ് മോസ്റ്റ് ലൈക്ലി ടു ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ദ അബയോട്ടിക് ഫാക്ടേഴ്സ് ഇൻ എക്കോസിസ്റ്റം. എന്താണ് ഏറ്റവും കൂടുതൽ വിച്ച് ബയോട്ടിക് ഫാക്ടറാണ് ഈ അബയോട്ടിക് ഫാക്ടറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന? ഏതാണ്? ഡീകമ്പോസേഴ്സ് ആണ്.